3 വർഷമായിട്ട് ഷുഗറിന് ഗുളിക കുടിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ എന്റെ കൈകാൽ തരിപ്പ് ഒരു 5 വർഷമായിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. പോസ്ട്രേറ്റ് സംബന്ധവാസം 5 വർഷമായി. എന്റെ ഷോൾഡർ വേദനയ്ക്ക് വേണ്ടിയാണ് തുടങ്ങിയത്. 10-20 വർഷമായി ഷുഗറിന്. ഞാനിവിടെ വന്നത് FBയിൽ കൂടെ അറിഞ്ഞിട്ടാണ് വന്നത്. 3 വർഷമായിട്ട് ഷുഗറിന് ഗുളിക കുടിച്ചുകൊണ്ടിരുന്നതാണ്. രാവിലെ ഗുളിക കുടിച്ച് ഉച്ചയാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ പറയലായിരുന്നു. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഇപ്പൊ 5 ദിവസം ആയി ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒരു പ്രശ്നവും കാണുന്നില്ല. അതേപോലെ തന്നെ BP ഗുളിക കുടിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ 5 ദിവസമായിട്ട് ഗുളികയും കഴിക്കുന്നില്ല. അൽഹംദുലില്ലാഹ് ഒന്നും പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്, ഒന്നും പ്രയാസമൊന്നുമില്ല. ഇപ്പൊ അതായത് നേരത്തെ പ്രഷറിന്റെ ഗുളിക കഴിച്ചില്ലെങ്കിൽ കഴുത്തിന്റെ പുറകിലൂടെ ഒരു പെയിൻ, ഒരു അസ്വസ്ഥത ഇങ്ങനെ തലയിലേക്ക് വരാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും പിന്നെയുന്നില്ല, നന്നായിട്ടുണ്ട്. ഞാൻ സത്യത്തില് ഈ ചികിത്സ തുടങ്ങുന്നത് ഡിസ്റ്റൻസ് ആയി സൗദിയിൽ ജിദ്ദയിൽ വെച്ചിട്ടായിരുന്നു. എന്റെ ഷോൾഡർ വേദനയ്ക്ക് വേണ്ടിയാണ് തുടങ്ങിയത്. അന്ന് തന്നെ നല്ല മാറ്റമുണ്ടായിരുന്നു. ഇവിടെ വന്ന് സത്യത്തിൽ പൂർണ്ണമായും എന്റെ ഷോൾഡർ വേദന മാറി എന്നല്ല, ഞാൻ ഷുഗറിന് വേണ്ടി സിൻജാർഡി എന്ന് പറയുന്ന ഒരു ഗുളിക കഴിക്കുന്ന ആളായിരുന്നു. ഇവിടെ വന്നതോടുകൂടെ ഗുളിക പാടെ ഉപേക്ഷിച്ചു. ഗുളിക കഴിക്കുന്ന സമയത്ത് എനിക്ക് ഉറക്കം കൂടുതലായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഉറങ്ങണമെന്ന് തോന്നുന്നില്ല. ആ ഗുളിക കഴിക്കാത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നല്ല, സുഖമാണ് ശരീരത്തിന് തോന്നുന്നത്. എന്റെ വൈഫ് അതുപോലെ അവര് കൂർക്കം വലി, സ്റ്റെപ്പ് കയറുന്ന സമയത്ത് കിതപ്പ്, അതുപോലെ പല അലർജിയുടെയും അസുഖമുള്ളവരായിരുന്നു. അതൊക്കെ പാടെ മാറി. തീരെ കൂർക്കം വലിയില്ല. അതുപോലെ എന്റെ മകള് അലർജിയുടെ രോഗിയായിരുന്നു. അത് പൂർണ്ണമായും ഈ 5 ദിവസം കൊണ്ട് തന്നെ മാറി. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അൽഹംദുലില്ലാഹ് ഞാൻ മനസ്സിലാക്കുന്നു. ഡോക്ടർ നിസാർ സാഹിബ് പറയുന്നത് പോലെ നാം അനുസരിച്ച് നമ്മുടെ ശരീരത്തെ ഒരു 5 ദിവസം അവർക്ക് അങ്ങോട്ട് വിട്ടുകൊടുത്താൽ, അത് വിട്ടുകൊടുക്കാനാണ് പലരും മടിക്കുന്നത്. എന്തോ ഒരു ആദിയും പേടിയും വെച്ചുകൊണ്ടാണ് നമ്മൾ പലരും ഇവിടെ വരുന്നത്. അതിന് പകരം പൂർണ്ണമായും നാം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഏത് രോഗത്തിനും അള്ളാഹുവിന്റെ ഇതിനോടുകൂടെ സുഖം കിട്ടും എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാഹ്. എന്റെ പേര് ഹുസൈൻ ബാക്കവി എന്ന് പറയും. മലപ്പുറം ഡിസ്ട്രിക്ട് പൊന്നാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ജിദ്ദയിലാണ് 30 വർഷമായിട്ട്. ഞാൻ നാദാപുരം സ്വദേശിയാണ്. എനിക്ക് പോസ്ട്രേറ്റ് സംബന്ധവാസം 5 വർഷമായി. രാത്രി ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിക്കാൻ ധൈര്യമില്ല. ഇവിടെ ഞാൻ വന്നതിന് ശേഷം രാത്രി ഭക്ഷണം കഴിച്ചപ്പം വെള്ളം കുടിക്കാൻ തുടങ്ങി. അർദ്ധരാത്രി എഴുന്നേൽക്കാറുണ്ടായിരുന്നു, മൂത്രമൊഴിക്കണം, അതൊക്കെ ഒഴിവായി. ഇപ്പൊ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ബിപിന്റെ ഗുളിക മൊത്തം നിർത്തി. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഗുളികകളൊക്കെ എന്റെ ദേഹത്തിൽ നിന്ന് ഒഴിവായ ഒരു സങ്കടപ്പാട് മാത്രമേ എനിക്ക്. കാരണം രോഗം ഏകദേശം 60% മേലെ മാറി. 60% മേലെ എന്റെ രോഗം മാറിയിട്ടുണ്ട്. പോസ്ട്രേറ്റ് ഇവിടെ വന്നതിന് ശേഷം ഞാനും നിർത്തി, ഭാര്യ കഴിക്കുന്ന മരുന്ന് മുഴുവൻ നിർത്തി, എല്ലാം നിർത്തി. ഞാൻ വീണ്ടും ഒരു മാസം കൊണ്ട് ഇവിടെ കിടക്കണം എന്നുള്ള ആശയാണ് എനിക്ക്. പക്ഷെ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് പോകാൻ വീണ്ടും ആടും. ഉടനെ ഞാനും ഭാര്യയും തിരിച്ചു വരും. ഇനി എന്നെ നാദാപുരക്കാർക്ക് എല്ലാവർക്കും എന്നെ ഒരുപക്ഷെ അറിയായിരിക്കും. ആർക്കും നാദാപുരം സ്വദേശികൾക്ക് എന്നെ കാണണമെങ്കിൽ ഡയറക്റ്റ് എന്റെ വീടറിയാം. എന്നെ കാണുന്നവർക്ക് അവിടെ വരാം. ബാക്കിയുള്ള കാര്യം അവരോട് ഞാൻ പറഞ്ഞു. ഇല്ല, അങ്ങനെയല്ല. കാരണം സാറിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ജനങ്ങളിപ്പോൾ നാദാപുരക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇനി കൂടുതൽ പേർക്ക് എന്റെ അനുഭവം മനസ്സിലാക്കാൻ വേണ്ടി ആരെങ്കിലും വരുന്നത് എന്റെ വീടും കാര്യം അറിയുന്നവർ അവിടെ വരിക. പിന്നെ ഇതൊരു നമുക്ക് ഇതിനെപ്പറ്റി ഒരു പരസ്യവും കാര്യം നമുക്കറിയില്ല. പ്രോസ്റ്റേറ്റിന് എന്തായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? വെള്ളം കുടിച്ചാൽ എന്താക്കണം, മൂത്രം ഒഴിക്കണം. പിന്നെ മൂത്രം പിടിച്ചു നിർത്താൻ പറ്റൂല. ഉടനെ ടോയ്ലറ്റ് കണ്ട ഉടനെ എന്താക്കണം, മൂത്രം ഒഴിക്കണം. രാത്രി വെള്ളം കുടിക്കില്ല. ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിക്കാൻ വളരെ ആശാണ്, പക്ഷെ കുടിക്കാൻ പറ്റും. കാരണം രാത്രി 2-3 പ്രാവശ്യമാണ് ഉറക്കത്ത് മൂത്രം. ഇവിടെ വന്നതിന് ശേഷം എനിക്കെന്തായി ആ സംഭവമില്ല. രാത്രി ഒന്ന് ടെസ്റ്റിനെ കൊണ്ട് വെള്ളമൊന്ന് കുടിച്ചു നോക്കി, എന്താ വിരോധം നോക്കണം. അപ്പോൾ ഒന്നുമില്ല. അമ്മാതിരി കുറച്ച് ഊരേന്റെ ഒരു വേദന, അതും പോയി. അതിനുള്ളൂ. വളരെ സന്തോഷം. ഞാൻ ഇവിടെ ട്രീറ്റ്മെന്റിന് വരുന്ന സമയത്ത് എനിക്ക് BP ആണെന്ന് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷെ എന്റെ കൈകാൽ തരിപ്പ്, അതുപോലെ തന്നെ അടിവയറിന് വേദന, പിന്നെ വലത്ത് കൈ ബാക്കോട്ട് തിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതിനെല്ലാം 80% സുഖമാണ്. അതുപോലെ തന്നെ ശരിയായ ഉറക്കം കിട്ടിയിട്ടുണ്ട്. കൈകാൽ തരിപ്പുകളെല്ലാം സുഖമായി. അസുഖങ്ങളെല്ലാം ഇപ്പോൾ ശരീരത്തിന് സുഖമായിട്ടുണ്ട്. എന്റെ വൈഫ് കൂടെ വന്നിട്ടുണ്ട്. വൈഫിന് ഒരു 5 വർഷമായിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. വെരിക്കോസ് വെയിന്റെ ഇവിടെ ചൊറിച്ചിലും പുകച്ചിലുമായിരുന്നു. അതിന് ഒരു 90% മാറ്റം വന്നിട്ടുണ്ട്. ആ 90% മാറ്റത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അതേപോലെ തന്നെ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ബാക്ക് പെയിൻ ഒരു 20 വർഷമായിട്ടുള്ള ബാക്ക് പെയിൻ എന്റെ ഭാര്യക്ക് പൂർണ്ണമായും സുഖമായ പോലെ ആയി. പിന്നെ കക്ഷത്തിൽ 2 മുയ പോലെ ഉണ്ടായിരുന്നു, സ്പോഞ്ച് ടൈപ്പിൽ. അത് ചുങ്ങിയിട്ടുണ്ട്. അതിന്റെ വേദനയും കാര്യങ്ങളെല്ലാം വളരെ സുഖമായിട്ടുണ്ട്. തലവേദന, ബോഡി പെയിന് എല്ലാം വളരെയധികം 90% സുഖമായതാണ്. എനിക്ക് 10 വർഷമായിട്ട് ഞാൻ ഷുഗറിന്, പ്രഷറിന് ഒക്കെ മരുന്ന് വെച്ചുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് കാലിന് ത്രോംബോസിസ് വന്നു. അതിനും മരുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ അത് അന്ന് തുടങ്ങി സ്റ്റോപ്പ് ചെയ്തതാണ്. ഇന്ന് വരെ കഴിച്ചിട്ടില്ല.
എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നല്ല ഉണർവും ഉഷാറുമുണ്ട്. എല്ലാം നേരെയായി പോകുന്നുണ്ട്. പൂർണ്ണമായെന്ന് പറയില്ല, എന്നാലും എനിക്ക് നല്ല കുറവുണ്ട്. സ്ഥലം എറണാകുളം ജില്ല, തേവര. ഞാൻ ഏകദേശം 10-20 വർഷമായി ഷുഗറിന്, അതുപോലെ ഒരു 10 വർഷമായി പ്രഷറിനും മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 4-5 വർഷമായി പ്രഷറിനും മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അപ്പൊ 3 നേരം ഇൻസുലിനാണ് ഉണ്ടായിരുന്നത്. അത് എല്ലാം മാറ്റി. ക്രിയാറ്റിന്റെ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. കയറ്റം കയറുമ്പോഴൊക്കെ കിതപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കയറ്റം കയറുമ്പോഴുള്ള കിതപ്പും ഇപ്പൊ 3 നേരമുള്ള ഇൻസുലിന് രാവിലെ വളരെ 12, 15, 18 അടിക്കുന്നത് ഇപ്പോ വെറും 8 മാത്രമേ രാവിലെ അടിക്കുന്നുള്ളൂ. അത് നിർത്താൻ പോവുകയാണ്. പിന്നെ രാത്രി ഒരു പ്രഷറിന്റെ ഗുളിക മാത്രമേ കഴിക്കുന്നുള്ളൂ. വളരെ മാറ്റങ്ങളുണ്ട്. അതുപോലെ നമ്മളെ വൈഫിന് പുറം വേദന കൂടുതലായിരുന്നു, അതിനും വളരെ മാറ്റങ്ങളുണ്ട്. ഈ ചികിത്സ തുടർന്ന് പോകാനാണ് ആഗ്രഹം. അതിന് നമ്മളുടെ നിസാർ സാറിന്റെ എല്ലാ ഒത്താശയും നമ്മൾക്ക് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് എന്ത് കുറച്ചൊരു ക്ഷമ വേണം. ക്ഷമ ഉണ്ടെങ്കിലേ ഇതൊക്കെ നടന്നു പോവുകയുള്ളൂ. ആ ക്ഷമയിൽ നമ്മൾ ജീവിച്ച്, എന്തിനും ഒരു ക്ഷമ വേണം. ആ ക്ഷമയിൽ നമ്മൾ എന്ത് പറയുന്നു അനുസരിച്ച് കേൾക്കുകയാണെങ്കിൽ നമ്മളുടെ രോഗങ്ങൾ മാറും. യാതൊരു വ്യത്യാസവുമില്ല. മാറും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കും വേണം. എന്നാൽ നമ്മുടെ രോഗത്തിനൊക്കെ ഒരു അറുതി ഉണ്ടാകും എന്ന് ഞാൻ ഉണർത്തുന്നു. എൻ്റെ പേര് അബ്ദുൽ മജീദ് ഫൈസി. കോഴിക്കോടാണ് ജോലി, മലപ്പുറത്താണ് വീട്.